മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി 2021 റൂൾസ് എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയറോ മെഡിക്കൽ സർജറി വെച്ചിട്ട് ഇത് പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യുന്ന പ്രൊസീജിയറിനാണ് MTP എന്ന് പറയുന്നത്. മെഡിക്കലോ സർജറിയോ കമ്പൈൻഡ്. ലീഗലി ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു എത്തിക്കൽ ഇഷ്യൂ ഉണ്ട്, ഒരു റിലീജിയസ് ഇഷ്യൂ ഉണ്ട്, ലീഗൽ ഇഷ്യൂ ഉണ്ട്, അൺമാരീഡ് ബീയിങ് പ്രഗ്നൻറ്റ്, പിന്നെ അതുപോലെ തന്നെ റൈറ്റ്സ് ഓഫ് മദർ വേഴ്സസ് അൺബോൺ ചൈൽഡ്, റൈറ്റ്സ് ഓഫ് മദർ ആൻഡ് റൈറ്റ്സ് ഓഫ് ഫാദർ, മെഡിക്കൽ എത്തിക്സ്, എത്തിക്കൽ ആൻഡ് മോറൽ വാല്യൂ, സോഷ്യൽ കൾച്ചറൽ വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ BNS ഭാരതീയ നാഗരിക സംഹിതേൻ്റെ അകത്ത് പണ്ട് 312 IPC ആണെങ്കിൽ ഇവിടെ 88 തൊട്ട് 92 വരെയാണ്. BNS 88 പറയുന്നത് അമ്മയുടെ കൺസെൻറ്റ് വോളണ്ടറിലി ഒരു കുഞ്ഞിനെ മിസ്കാരേജ് ചെയ്യുന്നതിൻ്റെതാണ്. ആൻഡ് ഓൾസോ എൻ്റെ അകത്ത് പറയുന്നത് നോട്ട് ഇൻ എ ഗുഡ് ഫെയ്ത്ത്, ഒരിക്കലും അമ്മയുടെ സേഫ് ചെയ്യാനോ ഒന്നുമല്ല. അത് 3 വർഷം തടവും. മൂവ്മെൻറ്റ് ക്വിക്കനിങ് ഉണ്ടെങ്കിൽ 7 വർഷം തടവും ഉണ്ടാവും. 7 വർഷം തടവും ഫൈനും. വിത്തൗട്ട് അമ്മയുടെ കൺസെൻറ്റ് ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ 89 ആണ് BNS. അത് 10 വർഷത്തേക്കും. പിന്നെ 90 BNS എന്ന് പറയുന്നത് ഡ്യൂറിങ് മിസ്കാരിയേജ്, ഡെത്ത് ഇൻറ്റൻറ്റ് ടു മിസ്കാരിയേജ് ഓഫ് എ വുമൺ വിത്ത് ചൈൽഡ്. അമ്മയുടെ മരണം സംഭവിക്കുകയാണ്, കുഞ്ഞിനെ ഇൻറ്റൻറ്റ് ടു മിസ്കാരിയേജ് ഓഫ് ചൈൽഡ്, കുഞ്ഞിനെ കൊല്ലണമെന്നുള്ള ഇതിൽ ചെയ്യുമ്പോൾ പക്ഷേ അമ്മയാണ് മരിക്കുന്നതെങ്കിൽ അവിടെയും 10 വർഷം തടവും. വിത്തൗട്ട് കൺസെൻ്റ് ആണെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റ്. ഇൻറ്റൻറ്റ് ടു പ്രിവെൻറ്റ് ചൈൽഡ് ബീയിങ് ബോൺ അലൈവ്, കോസ് ടു ഡൈ ആഫ്റ്റർ ബർത്ത്, അത് 10 വർഷം തടവ് ഫൈനുമായിരിക്കും. അതുപോലെ തന്നെ 92 ഭാരതീയ ന്യായസംഹിതേൻ്റെ അത് പറയുന്നത് ക്വിക്കനിങ്, കുഞ്ഞിനെ കൊല്ലാൻ തന്നെയാണ്. അമൗണ്ടിങ് ടു കൾപ്പബിൾ ഹോമിസൈഡ്, അമ്മയെ കൊല്ലാനാണ് ശ്രമിച്ചത് പക്ഷേ കുഞ്ഞാണ് മരിച്ചതെങ്കിൽ 10 വർഷവും തടവും. പിന്നെ BNS MTP മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഒക്ടോബർ 12 2021 വന്നത്. ഇതിൻ്റെ ചേഞ്ചസ് എന്ന് പറയുന്നത് മാരീഡ് വുമൺ എന്നത് പ്രഗ്നൻ്റ് എന്നും ഹസ്ബൻഡ് എന്നും പാർട്ട്ണറുമാക്കി ഒരാൾ മതി. 20 വീക്സിൽ 20 to 24 വീക്സിൽ 2 ഡോക്ടേഴ്സ് വേണം. സ്റ്റേറ്റ് ബോർഡ് വേണം. 2 ഡോക്ടേഴ്സ് വേണം കേട്ടോ, 2 മെഡിക്കൽ പ്രാക്ടീഷണർ. ഓക്കെ, സ്റ്റേറ്റ് ബോർഡ് വേണം മോർ ദാൻ 24 വീക്സിൽ. പിന്നെ 8 സെക്ഷൻസ് ആണുള്ളത്. ടൈറ്റിൽ ഡെഫിനിഷന് ഇവിടെ വെച്ചാണ്, ഏത് സ്ഥലത്താണ്, എപ്പോഴാണ് ചെയ്യേണ്ടത്, പവർ ടു മേക്ക് റൂൾസ്, റെഗുലേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് ആക്ട്, 8 സെക്ഷൻസ് ആണുള്ളത്. 2 കണ്ടീഷൻസാണ് MTP ചെയ്യുന്നതിലുള്ളത്. ഒന്നെങ്കിൽ അമ്മയുടെ ലൈഫിന് എന്തെങ്കിലും റിസ്ക് സംഭവിച്ചാൽ, അല്ലെങ്കിൽ മെൻ്റൽ പ്രശ്നങ്ങൾ, കുഞ്ഞിന് എന്തെങ്കിലും മെൻ്റൽ കൺജനൈറ്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുകയാണെങ്കിൽ തന്നെ. അതുപോലെ തന്നെ സേഫ്റ്റി ആണ് മെയിൻ കാര്യം, ഫിസിക്കലി മെൻ്റലി അമ്മയുടെ സേഫ്റ്റി. അതുപോലെ തന്നെ എന്തെങ്കിലും ഫെയിലിയർ കോൺട്രാസെപ്ഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ റേപ്പ്, മെൻ്റൽ ഹെൽത്ത്, ഇതൊക്കെ ഇഷ്യൂ വരുമ്പോൾ നമുക്ക് MTP ചെയ്യാൻ പറ്റും. ഹ്യൂമാനിറ്റേറിയൻ ഫാക്ടേഴ്സ്, ഇപ്പോൾ എമർജൻസി അങ്ങനെയുള്ള കാര്യങ്ങളിൽ, സെക്ഷൽ അസോൾട്ട് മൈനർ ആണെങ്കിൽ, ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ, അത് 20 to 24 വീക്സിൻ്റെ കാര്യമാണ്. അപ്പോൾ മെൻ്റൽ റിട്ടാർഡേഷനൊക്കെ ഉണ്ടെങ്കിൽ സെക്ഷൻ 3(2) സബ്സെക്ഷൻ D പറയുന്നത് 2 ആൾ വേണം. 20 to 24 വീക്സിൽ 2 ഡോക്ടേഴ്സ് വേണം. MTP ബിയോണ്ട് 24 വീക്സ് സെക്ഷൻ 3(CD) പറയുന്നത് ഗൈനക്കോളജിസ്റ്റും പീഡിയാട്രീഷ്യനും റേഡിയോളജിസ്റ്റോ സോണോളജിസ്റ്റോ അല്ലെങ്കിൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഒഫീഷ്യൽ ഗസറ്റഡ് ബൈ ദ സ്റ്റേറ്റ് വെക്കുന്ന ഒഫീഷ്യൽ മെമ്പേഴ്സ്, നമ്പർ ഓഫ് മെമ്പേഴ്സ് വേണം. അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് മെഡിക്കൽ ബോർഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എക്സാമിൻ ചെയ്യുന്നത്, റിപ്പോർട്ട് എക്സാമിൻ ചെയ്യണം. അതുപോലെ തന്നെ അതിനൊരു റിപ്പോർട്ട് കൊടുക്കണം. അമ്മയുടെ 3A ആണ് അതിൻ്റെ ഇത്. ഒപ്പീനിയൻ ഓഫ് മെഡിക്കൽ ബോർഡ് ആഫ്റ്റർ സേഫ്റ്റി പ്രിക്കോഷൻ കൗൺസിലിംഗ് വിത്തിൻ 5 days ഓഫ് റെസിപ്പിയൻ്റ് റിക്വസ്റ്റിന് 5 days തന്നെ ഈ MTP ചെയ്യണം. കോൺഫിഡൻഷ്യാലിറ്റി, ഒരിക്കലും അമ്മയുടെ മറ്റ് പർട്ടിക്കുലർ മാറ്റേഴ്സ് ഒന്നും തന്നെ പുറത്തേക്ക് പോകരുത്. അത് അങ്ങനെ വന്നാൽ 1 വർഷം തടവും ക്യാഷും പോകും. ഓക്കെ, ഫസ്റ്റ് ട്രൈമസ്റ്റർ 12 ആഴ്ച എന്നുള്ളതാണ്. അവിടെ തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിൽ വേണ്ട സർജിക്കൽ മെറ്റീരിയൽസ്, ബ്ലഡ്, അങ്ങനെ ഷോക്കിലേക്കൊക്കെ പോകണമെങ്കിലുള്ള മെഡിസിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഓപ്പറേഷൻ ടേബിൾ, OT, ഡ്രഗ്സും കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ തന്നെ മോർ ദാൻ 24 വീക്സിലാണെങ്കിൽ അവിടെ അൾട്രാസൗണ്ടും ഡ്രഗ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രൂവൽ, പിന്നെ RMB ആർക്ക് ചെയ്യാൻ പറ്റും? രജിസ്റ്റർഡ് മെഡിക്കൽ പ്രാക്ടീഷണറായിട്ടുള്ള ഏത് ഡോക്ടറിന് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. 6 month ഹൗസ് അറൻസിയോ, 1 വർഷം ഈ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയോ, 25 കേസ് അസിസ്റ്റ് ചെയ്തോ, 5 കേസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുകയോ, അല്ലെങ്കിൽ 3 മാസം ഇതുപോലെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുകയോ, 10th
10 MTP ഇൻഡിവിജ്വലി ചെയ്യുകയോ അല്ലെങ്കിൽ DNBയോ MDയോ MSO ഡിപ്ലോമയോ DGയോ കോഴ്സ് ചെയ്തവർക്കും ചെയ്യാൻ പറ്റും. പണ്ടാണെങ്കിൽ 1971 ലാസ്റ്റ് NTP. അതിന് തടവെന്ന് പറയുന്നത് വെറും 10,000 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ 2021 MTPയിലാണെങ്കിൽ അത് ഫൈനും 1 വർഷം തടവും ക്യാഷും ഒക്കെ ഉണ്ട്. ഇങ്ങനെ എന്തൊക്കെയുണ്ട് അതിൻ്റെ ഫോംസ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോർ അപ്രൂവൽ, സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രൂവൽ, കൺസെൻറ്റ് ഫോർ ATP, റിപ്പോർട്ട് ഓഫ് മെഡിക്കൽ ബോർഡ്, ഒപ്പീനിയൻ ഓഫ് 2 RMBs. താങ്ക് യു.